ഞാനേ ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രസകരമായ ഒരു റീലാണ്. നിങ്ങളൊക്കെ ആ റീല് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ആ റീല് വന്നിട്ടുണ്ടാവും. അതായത് ഒരു ട്രാൻസ്ലേറ്റർ തന്റെ ക്ലയന്റിനെ ചൂണ്ടിയിട്ട് പറയണേ, കോൺസുലേറ്റിന്റെ ഓഫീസിൽ നിന്നിട്ടാണ് പറയുന്നത്, ഹീസ് എ ടെററിസ്റ്റ്, ഹീസ് എ ബിഗ് ടെററിസ്റ്റ് എന്ന് പറയണം. അപ്പൊ ക്ലയന്റ് അത്ഭുതത്തോടെ നോക്കണം, വാട്ട്, വൈ ടെററിസ്റ്റ്? അപ്പൊ ഇയാൾ ചോദിക്കണം, അന്ത സിയാഹി. സിയാഹി എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് എന്നാണ് അർത്ഥം, സഞ്ചാരി അല്ലെങ്കിൽ പിന്നെ യാത്ര പോകുന്ന ആൾ എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പൊ ഇയാൾ പറയുന്നത് സിയാഹി, ഓ ടൂറിസ്റ്റ്. അപ്പൊ ഇയാൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താണ്, അത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞു പോയതാണ്. ഇത് ട്രോൾ ആണെങ്കിലും രസകരമായ ഒരു റീലാണെങ്കിലും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ലീഗൽ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ വാക്കുകളും ഉപയോഗിക്കേണ്ടി വരിക. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു കോർട്ട് ഓർഡർ റിവ്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. അതിൽ റിവ്യൂ എന്ന വേർഡ് ഉണ്ടാവും. ഇപ്പോൾ റിവ്യൂ എന്ന വേർഡിനെ നമ്മൾ എങ്ങനെയാണ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നമ്മൾ ഡിക്ഷണറിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേർഡുകൾ കിട്ടും അല്ലെ. മുറാജ എന്ന് കിട്ടും, അല്ലെങ്കിൽ ഇആദത്തുൻ നദർ എന്നൊക്കെ കിട്ടും. പക്ഷെ നമ്മളോട് ഉപയോഗിക്കേണ്ട വേർഡ് ഇത്തിലാ എന്നാണ്. ബഅദ ഇത്തിലാഇ അൽ മജ്ലിസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആഫ്റ്റർ ദ റിവ്യൂ ഓഫ് ദ കൗൺസിൽ. എന്തുകൊണ്ടാണത്? അത് ലീഗൽ ട്രാൻസ്ലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കൃത്യമായ ആപ്റ്റായ വേർഡ് ഉപയോഗിക്കുക എന്നത്. കാരണം നമുക്കറിയാം, ലീഗൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മൂർച്ചയുള്ള കത്തി പോലെയാണ്. അത് നമുക്കൊരാളെ ഒരു ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിയും, അയാൾക്ക് ഇല്ലാത്ത പ്രശ്നം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ലീഗൽ ട്രാൻസ്ലേഷൻ വഴി കഴിയും. അതുകൊണ്ട് ലീഗൽ ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്ന വേർഡുകൾ വളരെ സൂക്ഷിച്ചു വേണം തിരഞ്ഞെടുക്കാൻ.